ആ ഫയൽസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഹലോ, എന്താ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കേറിയില്ലേ? മക്കള് വരി, നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ മക്കൾക്ക് വാങ്ങി തരാതെ വേഗം വരി. മക്കള് കഴിച്ചൂടി, അച്ഛനെന്ത് മതി. പിന്നൊരു കാര്യം, 2 ചിക്കൻ മാത്രം കഴിച്ചാട്ടെ, ചോറായിട്ട് പോരുതേ. ഇല്ലമ്മേ, ഞങ്ങൾ ഫുള്ള് കഴിക്കും. ഫുള്ള് കഴിക്കണമെന്നില്ല, പകുതി നിങ്ങൾ കഴിച്ചാൽ മതിയേനി. ഞങ്ങൾ കഴിക്കും അമ്മേ. 1 hour later. ചേച്ചി മാറിക്കോ. അയ്യോ അമ്മ, എന്റെ പോറം. ഞാനവിടെ ഇരിക്കുന്ന ഈ കണ്ടില്ല. ഞാൻ ചേച്ചിനോട് മാറാൻ പറഞ്ഞതല്ലേ? അവിടുന്ന് എണീക്കാനുള്ള ടൈം ചെയ്തു തന്നു. ചേച്ചിനോട് ആരാണ് ഇരിക്കാൻ പറഞ്ഞേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് ഇരിക്കും. പിന്നെ ഞങ്ങൾ കളിക്കണ്ടേ? ഈശ്വരാ, സോറി. സോറിനോ? അവനവിടെ ഇരിക്കുന്ന ഈ കണ്ടില്ലടി. അതിന് ചേച്ചി എന്തിനാ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെക്കോ. ചേച്ചിന് ഇതേപോലെ എല്ലാം ചെയ്ത് എന്നോട് അവന് മാറാൻ പറഞ്ഞേ. നീ അവനോട് മാറിക്കാൻ പറഞ്ഞോ? അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? ചെയ്യുന്ന മുന്നേ തെറ്റാന്ന് എനിക്കറിയാം. എന്നിട്ട് ലാസ്റ്റ് ഒരു സോറി. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? മക്കളെ വേഗം വരി, നമുക്ക് പോവാം. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. തുമ്പി, എന്റെ വികൃതി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. വേഗം അവനോട് സോറി പറഞ്ഞാ. ഞാൻ പറഞ്ഞതാ. അത് സാരില്ല, പോട്ടെ. എന്നാ മക്കള് വരി, നമുക്ക് പോവാം. അമ്മ നിങ്ങളെ വെയിറ്റ് ചെയ്യാ. എന്താടി വിഷമിച്ചിരിക്കുന്നേ? ചേച്ചിക്ക് എന്താ പറ്റിയേ? അത് പിന്നെ നാളെ നമ്മൾ ഇവിടുന്ന് പോവല്ലേ. അത് ശരിയാ. അതാലോചിക്കുമ്പോ സങ്കടാവുന്നു. ഇവിടെ നമുക്ക് കളിക്കാൻ പാർക്ക്, സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ടായിരുന്നു. ഒരു ദിവസം കൂടി നിൽക്കാൻ നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ? അപ്പൊ നടന്നതന്നെ. നീ അച്ഛൻ സമ്മതിച്ചാലോ അമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നില്ല. അത് ശരിയാ, അമ്മ സ്കൂളൊന്നും ഒഴിവാക്കാൻ തീരെ സമ്മതിക്കൂല. മക്കളെ വരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ എല്ലാരും മൊത്തം ഒരു വിഷമം? എന്താടാ? നാളെ നമ്മൾ ഇവിടുന്ന് പോവൂലേ? ഓ, അതാണോ? അതെ അച്ഛാ. പിന്നെ നമുക്ക് പോകണ്ടേ? ഇവിടെ നീ നിന്നാലേ ഒരുപാട് പൈസ ആവും. അച്ഛൻ്റെ അടുത്താവുന്നില്ല. സ്കൂളും തുറക്കുകയാണ്. ഒരു സ്കൂളിൽ പോയാൽ പണ്ടാ. അപ്പൊ നടന്നതന്നെ. അമ്മന്റെ അടുത്ത് ഇതും പറഞ്ഞ് നിങ്ങൾ ചെല്ലി. 2 ദിവസം നമ്മൾ ഇവിടെ നിന്നില്ലേ? അതൊക്കെ മതി. നീ നമുക്ക് അടുത്ത സ്കൂൾ പൂട്ടിന് വേറെ സ്ഥലത്തേക്ക് പോട്ടോ. മക്കള് വരി, അമ്മ വെയിറ്റ് ചെയ്യാ. ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്നോളി മക്കള്. പുലർച്ചെ ആവുമ്പോ ഇവിടെ നമുക്ക് പോണം. ഭക്ഷണം കഴിച്ച് വേഗം കിടന്നോണ്ടിട്ടോ. നേരത്തെ എണീക്കല്ലതാ. അമ്മ വിളിച്ചാലും നിങ്ങൾ എണീക്കൂല. വേഗം ഉറങ്ങിയോണ്ടിട്ടോ. കേട്ടോടാ പറയുന്നേ? വേഗം വരി, ഭക്ഷണം കഴിക്കാ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. ബാക്കി കാര്യം
ഉണ്ണിക്കുട്ടാ എവിടെ പോയി രണ്ടു? തുമ്പി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചേച്ചി മിണ്ടാ നിക്ക്. എവിടുന്നോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഡേ അയ്യോ ചേച്ചി കണ്ടു. എന്താ ചേച്ചി? എന്താണോ നിങ്ങൾ എന്തിനാണ് കേറിയിരിക്കുന്നേ? അത് പിന്നെ ചേച്ചി ഞങ്ങൾ മാങ്ങ ഉണ്ടോന്ന് നോക്കാൻ വന്നാ. മാങ്ങ ഉണ്ടോന്ന് നോക്കാൻ ഇവിടുന്ന് നോക്കിയാ കാണൂലേ? അവിടുന്ന് കാണില്ല. അത് ഞങ്ങൾ ഇങ്ങോട്ട് കേറിയേ. വേഗം രണ്ട് ഇറങ്ങിക്കോളി. ഞങ്ങൾ ഇവിടെ ഇരുന്ന ചേച്ചിക്ക് എന്താ നിങ്ങളോട് ഇറങ്ങാൻ പറയുന്നേ? വേഗം ഇറങ്ങിക്കോളി. ഇല്ല ഞങ്ങൾ ഇറങ്ങൂല. ദാ അവിടുന്ന് വീണാണ്ടല്ലോ. ഞങ്ങൾ വീയൊന്നുമില്ല. നിങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലേ? ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കും. ശരി എന്നാല് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ചേച്ചി പോയി. ഇനി ചേച്ചി അമ്മനോടൊക്കെ പറയാൻ പോയതാണോ? പറയുന്നുണ്ടാവില്ല. അമ്മേ ഓ ഞമ്മക്ക് ചെവിടേക്കൂലെന്ന് തോന്നുന്നു. അമ്മേ എന്താടി? അമ്മേ തുമ്പി ഉണ്ണിക്കുട്ടനേടെ? അവരെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടാവും. അതിനാ ഇപ്പൊ വന്നേ? കളിക്കുന്നൊക്കെ ഉണ്ട്. ഏടുന്നാന്നറിയാം നമുക്ക്. എന്റെ പാറു നിനക്കിപ്പോ എന്താ വേണ്ടേ? അവര് പുറത്തുനിന്ന് കളിക്കുന്നുണ്ടാവും. അവര് കളിക്കുന്ന ഏടുന്ന നമുക്കറിയോ? മരത്തിന്റെ മേലേന്ന്. ഏത് മരത്തിന്റെ? അമ്മേ നമ്മുടെ മുന്നത്തെ മാവില്ലേ അതിന്റെ മേലെ കയറിന് കണ്ടു. എന്റെ ഈശ്വരാ നിലത്തൊന്നും സ്ഥലമല്ലേ കാരണം മരത്തിന്റെ പണ്ടേ കയറി. രണ്ടിനെ ഞാൻ തികച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് രണ്ടിനും നല്ല കിട്ടും. അടി കിട്ടുന്ന കാണാൻ ഞാനും പോയാട്ടെ. അയ്യോ അമ്മ നിങ്ങൾ രണ്ടൊക്കെ നടത്തിയേ? അത് ഞങ്ങൾ മാങ്ങ ഉണ്ടോ നോക്കാൻ കേറിയതാ. മാങ്ങ രണ്ടും കൂടെ ഇറങ്ങി വരി. തികച്ചു തരുന്നുണ്ട് ഞാന്. വേഗം ഇറങ്ങിയോടി. അമ്മ അടിക്കൂലെന്ന് പറ. എന്നാലേ ഞാൻ ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് വായി. തികച്ചു തരുന്നുണ്ട് ഞാന്. അമ്മേ അമ്മേന്ന് അച്ഛനെ വിളിച്ചിക്കോ. അമ്മ ഞാൻ കേറിയതല്ല. എന്നെ ചേച്ചി കേറ്റിയതാ. ചെക്ക കള്ളത്തരം പറയാൻ നിൽക്കണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ട് കേറുമ്പോ തന്നെ കേറണ്ടാന്ന്. അമ്മ അവൻ കള്ളത്തരം പറയാ. ആദ്യം ഈ അല്ല കേറിയേ. ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. ഈ ഓരോന്നും കാണിച്ചു കൊടുക്കും. പിന്നെ അവൻ ചെയ്യാതിക്കോ. ചേച്ചി നിങ്ങളോട് കുറെ ഇറങ്ങാൻ പറഞ്ഞല്ലേ? നിങ്ങൾ ഇറങ്ങിയില്ലല്ലോ. വേഗം ഇങ്ങോട്ട് ഇറങ്ങിയോടി. അമ്മന്റെ കയ്യില് വടി എറിഞ്ഞാലേ ഞങ്ങൾ ഇറങ്ങൂ. വേഗം രണ്ട് ഇറങ്ങിക്കോ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും. വേണ്ട ഞങ്ങൾ ഇറങ്ങിക്കോളാം. വേഗം ഇറങ്ങിയോടി. രണ്ടാക്ക് താഴൊന്നും സ്ഥലമല്ല കളിക്കാന്. വേഗം അങ്ങോട്ട് വന്നോട്. ഇനി ഞങ്ങൾ കേറൂല. അമ്മ രണ്ടിനെ കൊടുക്കി. ഇയാടെ മിണ്ടാന്നോ? ഈ മരം കയറാൻ പോവോ? ഇല്ല. വേഗം നടന്നോട് വീട്ടിക്ക്. അമ്മ ഇനി ഞാൻ മരം കയറൂല. വേഗം നടന്നോട്. പാവം തീരണ്ട്. നീ അവിടെ നിൽക്ക. വേഗം നടക്കാനല്ലേ പറഞ്ഞേ? ഇടിച്ച് ചപ്പാത്തിയാക്ക അവനെ. എന്താ മിണ്ടാതിരുന്ന് കണ്ടോ? ഞാൻ മിണ്ടിയ ചേച്ചി കണ്ട എന്താണോ? ടി വി വെച്ച് നിന്റെ സൗണ്ട് കേൾക്കാനല്ല. മിണ്ടാതിരുന്ന് കാണാൻ നോക്ക്. അയ്യോ പ്രേതം ഓടിക്കോ ചേച്ചി. ഹായ് ജൂലി ആന്റി. ഞങ്ങൾ ആന്റി വന്നേ. നീ എങ്ങോട്ടാടാ ഓടിയേ? ഞാൻ വിചാരിച്ച ടിവിന്ന് പ്രേതം കൂടെ ഇറങ്ങി വന്നെന്ന്. അയ്യേ ഇത്രയേ ഉള്ളല്ലേടാ ധൈര്യം. ഹായ് ആന്റി സുന്ദരി ആയിനല്ലോ. ശരിയാ മുടിയൊക്കെ കളർ ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട്. മതി മതി. ഏടാ അമ്മയും തുമ്പിയൊക്കെ? അമ്മേ തുമ്പി ഒന്നിങ്ങോട്ട് വാ. എന്താ കാര്യം പറ എന്നാലേ ഞാൻ വരുള്ളൂ. ഒന്നിങ്ങോട്ട് വന്നോക്ക്. ഈ ചെക്കൻ വെറുതെ ആവശ്യമില്ലാതെ വിളിക്കേക്കാരം. ജൂലി ആന്റിയോ? ഹായ് ആന്റി എപ്പോഴാ വന്നേ? പിന്നെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? പിന്നെ സൂപ്പർ ആയിരുന്നു. പക്ഷെ ആന്റി വരണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി സൂപ്പർ ആക്കായിരുന്നു. ആന്റി വന്നില്ലേ? ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം. നീ എത്തിയോ? ചേച്ചി അങ്ങോട്ട് സുന്ദരിയായല്ലോ. ഒന്ന് പോടി. അല്ല ബാംഗ്ലൂരിന്റെ വിശേഷമൊക്കെ എന്താ? സുഖമായിട്ട് പോണു. ഇനിയിപ്പോഴൊന്നും ബാംഗ്ലൂർക്കില്ല. ഇനി ഉള്ളത് ഇവിടെ അടിച്ചു പൊളിക്കാം. ചേട്ടന്റെ ഓഫീസിൽ പോയതായിരിക്കില്ലേ? അതെ നീ വരണ്ട ലീവ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നേ. പിന്നെ ഓഫീസിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അതാ ലീവ് എടുക്കാഞ്ഞ്. അല്ല ആളാകെ മാറിപ്പോയല്ലോ. മുടിയൊക്കെ മുറിച്ചോടി. അത് ഞാൻ ഡൊണേറ്റ് ചെയ്തതാ. പിന്നെ ഞാൻ കളർ ചെയ്തു. ഒരാഴ്ചയായില്ലേ ഈ വന്നിട്ട്? അതെ. ഈ വീട് നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല ഇതെടുത്ത ടൈമിൽ ഞാൻ ബാംഗ്ലൂരല്ലേ. ഏതായാലും കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ റൂം കാണണ്ടേ? വാ തുമ്പി അവിടെ നിൽക്കുക. ആന്റി ഇപ്പൊ വന്നതല്ലുള്ളൂ. അമ്മ പോയി ജ്യൂസ് എടുക്കട്ടെ കേട്ടോ. അല്ല എണ്ണിക്കട്ടാ പിന്നെ എന്തൊക്കെയാണ്? ക്രിസ്മസിന് ഇടയ്ക്ക് പോയി. ഞങ്ങൾ ആലപ്പുഴ പോയിരുന്നേ. ഞാൻ കണ്ടു. ഈ ഫോട്ടോസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ആന്റി ഇത് നോക്ക്. ഇത് ഞങ്ങൾ ക്രിസ്മസ് ഫോട്ടോയാ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നീ വിശേഷമൊക്കെ കുടിച്ചിട്ട് പറയാം. അമ്മ വേഗം താ. ആദ്യം ആന്റിക്ക് കൊടുക്കട്ടെ. ആന്റി യാത്ര കഴിഞ്ഞ് വരില്ലടാ. ക്ഷീണുണ്ടാവും. നീ ടി വി കണ്ട് ക്ഷീണിച്ചോ? എന്റെ ചേച്ചി എന്ത് ക്ഷീണം? എന്നാ ഉണ്ണിക്കുട്ടാ. താങ്ക് യു ചേച്ചി. എന്നാ പാറ എടുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ചേച്ചി എവിടെ പോകുന്നു? ഇതാ അങ്ങോട്ട് വെച്ച് തരാം. അല്ല ആന്റി ഞങ്ങൾക്ക് മിഠായി ഉണ്ടെന്നില്ല. പിന്നല്ല എന്തൊക്കെ ഉണ്ടെന്ന് അറിയും നിങ്ങൾക്ക്? ഡ്രസ്, ടോയ്സ്, ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്. അതെന്താ അമ്മേ? ഇതാണ് പിസ്സ. മക്കൾ ഇതുവരെ ഇത് കഴിച്ചില്ലല്ലോ. പിസ്സയോ? അമ്മ ഇതൊക്കെ എപ്പോ ഉണ്ടാക്കി? മക്കൾ ആന്റി വന്നതല്ലേ അപ്പൊ അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. എന്തിനാ ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കിയേ? എന്ത് ഇതോ? ഇതിനിപ്പോ വലിയ പണിയൊന്നുമില്ലടി. ഇത് മാത്രം ഉണ്ടാക്കിയെന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ എനിക്ക്. നമുക്ക് ഊണ് ഗംഭീരാക്കാം. വേണ്ടിട്ട് ചേച്ചി ഒരുപാട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടേ? എടുത്ത് കഴിക്ക്. ഞാൻ ഇപ്പൊ വരാം.